അധികം ഹൈപ്പൊന്നുമില്ലാതെയാണ് മമ്മൂക്കയുടെ പുതിയ ചിത്രം 'ബസൂക്ക' വരുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ സെൻസറിങ് കഴിഞ്ഞു. സെൻസറിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ യുഎ സർട്ടിഫിക്കറ്റാണ് കിട്ടിയേക്കുന്നത്. ഇതൊരു മൈൻഡ് ത്രില്ലർ പടം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പ്രൊമോഷൻസും കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അതായത് മമ്മൂക്കയില്ല ഈ ഇൻ്റർവ്യൂസിലും ഈ പ്രൊമോഷൻ വീഡിയോസിലും ഒന്നിലും തന്നെ. പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് ഗ്രിപ്പിംഗ് മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു സിനിമയാണ് 'ബസൂക്ക' എന്നുള്ളത്. അതായത് ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ട് അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളും അപ്പോൾ അത്തരം ഒരു സീനിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് 'ബസൂക്ക' എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഇത് ഇനി വന്ന് നമ്മുടെ ദൃശ്യത്തിന്റെ വേറൊരു പതിപ്പാകുമെന്ന് തോന്നിപ്പോയി. പക്ഷേ ട്രെയിലറും ടീസറൊക്കെ വന്ന സമയത്ത് നമുക്കത് മനസ്സിലായി. അങ്ങനെയല്ല, ഇതൊരു വേറെ ജോണറിലുള്ള ഒരു സിനിമയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. മാത്രമല്ല ഈ ഒരു സിനിമക്ക് ഒരു ഇച്ചിരി ഹൈപ്പ് കൊടുക്കുന്നൊരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉള്ള മറ്റൊരു കാര്യം, കലൂർ ഡെനീസിന്റെ മക്കളാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തേക്കുന്നതും ഇതിന്റെ കഥയൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലെജൻഡ്, ആ ലെജൻഡിന്റെ ഒരു മക്കള് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും മലയാള സിനിമയെ പുതുതായിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു എലമെൻ്റാണ്. മാത്രമല്ല ഇതിലിപ്പോൾ മലയാളത്തിലെ രാജാവ് നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാനുണ്ട്. അതേപോലെ തന്നെ ഇളമുറ തമ്പ്രാക്കന്മാരായിട്ടുള്ള നെസ്ലൈൻ്റെ ഒക്കെ നമ്മുടെ എന്താ പറയുക ജിംഖാന വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു രാജാവിൻ്റെ ഒരു പടം ഇതിൻ്റെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ മത്സരം എങ്ങനെ ഉണ്ടാവും, എങ്ങനെ ആയിരിക്കും ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൂടെ ബസൂക്ക വരുന്ന സമയത്ത് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നോട്ടീസ് ചെയ്ത് ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, കണ്ണൂർ സ്ക്വാഡൊക്കെ എങ്ങനെയാണോ വന്നത്, അല്ലെങ്കിൽ കണ്ണൂർ സ്ക്വാഡിൻ്റെയൊക്കെ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ആ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഹിറ്റായത് എങ്ങനെയാണോ ഏകദേശം അതേ പാറ്റേണിൽ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം അധികം ഹൈപ്പില്ല, ഓവർ ഹൈപ്പില്ല, ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നില്ല. ഇപ്പോൾ എമ്പുരാനൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് ചർച്ചയായിരുന്നു. അതേപോലെ തന്നെ ബുക്ക് മൈ ഷോൻ്റെ എന്താ പറയുക സെർവർ വരെ ക്രാഷായി അടിച്ചു പോയി മലയാളികൾ കയറി ഇറങ്ങിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ റേഞ്ചിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ബുക്കിങ്ങിൽ ഏകദേശം 1 കോടിയുടെ അടുത്ത് ബുക്കിംഗ് ആവാറായി എന്നുള്ളതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അത്രയും പ്രീ ബുക്കിങ്ങുകളും കൂടെ ഇതിന് വരുന്നെന്നുള്ളതാണ്. പക്ഷേ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ഓവർസിയർ ബുക്കിങ്ങും കാര്യങ്ങളും ഇന്ത്യക്ക് പുറത്തുള്ള ബുക്കിങ്ങുകളും ഓവർസീസ് ബുക്കിങ്ങുകളൊക്കെ അത്യാവശ്യം അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് വന്നായിരുന്നു. പക്ഷേ ഇതിൽ അത്രയും ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അങ്ങനെ കിട്ടാറില്ല. പക്ഷേ എന്നിരുന്നാലും ഈ മൂന്ന് ത്രയങ്ങൾ ഒരുമിച്ച് വരുന്ന സമയത്ത് 2 രാജാക്കന്മാരും അതിലൊരു ഇളമുറ തമ്പുരാനും കൂടെ വരുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും ഈ ഇപ്പോൾ മലയാള സിനിമ, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു ഫ്രിക്ഷൻ, ആ ഒരു ഫാൻ ഫൈറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നാളെയാണ് പടം റിലീസ് ആവുന്നത്. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എങ്ങനെയായിരിക്കും ഈ ഒരു ബസൂക്ക എന്ന് പറയുന്ന പടം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേറൊരു റീസൺ എന്ന് പറയുന്നത് എമ്പുരാൻ തന്നെയാണ്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സിനെ കടത്തി വെട്ടിയിട്ട് ഏകദേശം 250 കോടിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സിനിമ ഉള്ളപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ലെജൻഡിൻ്റെ പടം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെ പോകുന്നു എന്നുള്ളത് അറിയാനും കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ട്. അപ്പോൾ നാളെ അറിയാം എന്താണ് ബസൂക്കയുടെ ഒരു ഭാവി എന്നുള്ളത്.